ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനലിൻ്റെ പുതിയ ഒരു വചന വിചിന്തന പരമ്പരയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആരാധനാ വത്സര കാലത്തിൻ്റെ പള്ളിക്കൂദാശാകാലം 4ാം ഞായറാഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് തിരുസഭയിൽ ക്രിസ്തുരാജൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ക്രിസ്തുരാജൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയും പീലാത്തോസും തമ്മിലുള്ള സംസാരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുക. ഇത് നേരം വെളുത്തു വരുന്ന ഒരു സമയത്ത് നടക്കുന്ന ഒരു സംഭാഷണമാണ്. നമുക്കറിയാവുന്നതുപോലെ കയ്യാഫാസിൻ്റെ പക്കൽ നിന്നും പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിലേക്ക് ഈശോയുമായിട്ട് ആരവം മുഴക്കിക്കൊണ്ട് ഒരു പറ്റം ജനങ്ങൾ വരികയാണ്. ആ ജനങ്ങളാരും പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിലേക്ക് കയറുന്നതായിട്ട് സുവിശേഷം പറയുന്നില്ല. അവരെല്ലാവരും പുറത്തു നിന്നിട്ട് ഈശോയെ പ്രത്തോറിയത്തിൻ്റെ അകത്തേക്ക് കയറ്റിവിടുകയാണ്. കാരണം അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരാരും ഈ പ്രത്തോറിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാത്തത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ലോകത്തിൻ്റെ രക്ഷകനും നീതിമാനുമായ ക്രിസ്തുവിനെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കുവാൻ നിൽക്കുന്ന ഈ ജനങ്ങൾ കാപട്യത്തിൻ്റെയും മൂഢതയുടെയുമൊക്കെ വലിയ ഉദാഹരണങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ പീലാത്തോസിൻ്റെ ചോദ്യവും ഈശോയുടെ മറുപടിയുമൊക്കെയാണ് പ്രധാന പ്രമേയം എന്ന്. ജനങ്ങൾ ഇത്രയും മാത്രം ആർപ്പ് വിളികളോടുകൂടി ഈശോയെ പീലാത്തോസിൻ്റെ പക്കലേക്ക് കൊണ്ടുവരികയും ചെയ്തു. യോഹന്നാൻ ശ്ലീഹായാണ് ഈ സുവിശേഷം രചിച്ചിരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം അന്നത്തെ ആ സമൂഹത്തിൽ യോഹന്നാൻ ശ്ലീഹായ്ക്ക് സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹായ്ക്ക് പ്രത്തോറിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാനും ഈശോയെ വിചാരണ ചെയ്യുന്നതുമൊക്കെ അടുത്ത് നിന്ന് കാണുവാനുള്ള ഒരു അവസരം ലഭിച്ചു. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ ശ്ലീഹ ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു വയ്ക്കുക. ഈശോയോട് പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ രാജാവാണോ എന്ന്. അപ്പോൾ ഈശോ തിരിച്ച് പീലാത്തോസിനോട് ചോദിക്കുന്നു, അത് നീ ചോദിക്കുന്നതോ അതെയോ ഈ ജനങ്ങൾ പറയുന്നത് കേട്ടിട്ട് ചോദിക്കുന്നുവോ എന്ന്. പീലാത്തോസ് തിരിച്ച് ജനങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് തെറ്റാണ് ഈ മനുഷ്യനിൽ കാണുന്നത് എന്ന്. അപ്പോൾ അവർ പറയുന്നു, അവനെ തന്നെ രാജാവാക്കി മാറ്റിയെന്ന്. വീണ്ടും പീലാത്തോസ് ഈശോയോട് ചോദിക്കുകയാണ്, നീ രാജാവാണോ എന്ന്. ഈശോ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന്. പ്രിയമുള്ളവരെ, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നതിലൂടെ ഈശോ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ രാജ്യം ഈ ലോകത്തിൽ അവസാനിക്കുവാനുള്ളതല്ല, മറിച്ച് അത് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ഞാനും നിങ്ങളുമൊക്കെ ആ രാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടവരാണ് എന്ന് ആണ്. നമുക്കറിയാം, ആ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത് സ്നേഹവും കാരുണ്യവും നീതിയുമൊക്കെയാണ്. അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച് കടന്നുപോയത്. പീലാത്തോസിന് വേണമെങ്കിൽ ഈശോയെ കുറ്റം വിധിക്കാതിരിക്കായിരുന്നു. എങ്കിലും ഈ ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പീലാത്തോസ് ഈശോയെ ചെമ്മട്ടിയടികൾക്ക് വിട്ടുകൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മളോട് മറ്റുള്ളവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും സമൂഹം മുഴുവൻ അവരെ കുറ്റം വിധിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ചില അവസരങ്ങളിലൊക്കെ അവരെയും കുറ്റം വിധിക്കാറുണ്ട്. അവരുടെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ ജനങ്ങൾ വിധിക്കുന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കാറുണ്ട്. അതുപോലെ പീലാത്തോസിനിവിടെ അറിയാമായിരുന്നു ഈശോ 100% നീതിമാനായിരുന്നുവെന്ന്. എന്നിട്ടും ജനങ്ങൾക്ക് വേണ്ടി അവനെ കുറ്റം വിധിക്കുകയാണ് ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മളൊക്കെ സത്യസന്ധതയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. അതുതന്നെയാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറഞ്ഞു വയ്ക്കുക, ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വന്നവനാണ് എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ തിന്മകൾ നിറമാടുമ്പോൾ അവിടെയൊക്കെ സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഈശോയുടെ ഈ രാജത്വ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും സത്യത്തിനും നീതിക്കും വേണ്ടി നമുക്ക് നിലകൊള്ളാം. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.